ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ മാച്ച് ഡേ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മാച്ച് എന്ന് പറയുന്നത് ഇന്ന് ഹാർഡ് ടെന്നീസിലാണ് കേട്ടോ, ലെതർ ബോളിലല്ല. കഴിഞ്ഞ വർഷം ഒരു ECL ടൂർണമെന്റ് ഉണ്ടായിരുന്നത്, ഓൺട്രപ്രനേഴ്സ് ക്രിക്കറ്റ് ലീഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഈ 2026 അവരുടെ രണ്ടാമത്തെ സീസൺ തുടങ്ങുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ ക്രിയേറ്റർ സ്ക്വാഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധാരണ എല്ലാവരും ലേലം വിളിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ CCL പ്ലേയേഴ്സിനും ക്രിയേറ്റർ സ്ക്വാഡിനും മാത്രമായിട്ടൊരു ടീമുണ്ട്. അപ്പോൾ അത് പങ്കെടുക്കാനായിട്ട് നമ്മൾ പോവാണ്. അടുത്ത ഫെബ്രുവരി 3-ാം തീയതിയാണ് മാച്ച് വരുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഹാർഡ് ടെന്നീസിൽ നമ്മൾ പ്രാക്ടീസ് മാച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്രിയേറ്റേഴ്സ് ഏകദേശം ഉണ്ട്. ഹരിയും നാസിഫിനൊക്കെ നമ്മുടെ KCL മാച്ച് കിടക്കുന്നുണ്ട്, അവർ വന്നിട്ടില്ല. പിന്നെ ഈഗിളും കുറച്ച് അവനൊക്കെ ബിസി ആയതുകൊണ്ട് ഇന്ന് അവരില്ല. പക്ഷേ നമ്മൾ കുറച്ച് ക്രിയേറ്റേഴ്സും ഉണ്ട്. പിന്നെ ഇന്ന് ടീം തയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ പുറത്തുനിന്നും കൂടി വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഒരാളോ രണ്ടാളൊക്കെ നമ്മൾ വിളിച്ചിട്ടുള്ളൂ. ഇന്നത്തെ മാച്ചും നമ്മൾ BCG ഗ്രൗണ്ടിലാണ്. എന്തായാലും ഈ ഒരു ഗ്രൗണ്ടിൽ ഹാർഡ് ടെന്നീസിൽ കളിക്കാൻ അടുത്തൊരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. ക്യാപ്റ്റൻ സ്ഥാനം വഹിക്കാൻ പോകുന്നത് ഞാനാണ് കേട്ടോ. എന്താവുമെന്ന് അറിഞ്ഞൂടാ. ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ക്യാപ്റ്റനൊക്കെ ആവുന്നത്. നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ടെന്നീസാണല്ലോ, അതുകൊണ്ട് നമ്മളവിടെ ഹാർഡ് ടെന്നീസ് കളിയില്ല. അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഈ പ്രാക്ടീസ് മാച്ച് വെച്ചപ്പോൾ തന്നെ എന്തായാലും പങ്കെടുക്കണമെന്ന് വിചാരിച്ചത്. നോക്കാം ഗൈസ്. നമുക്ക് ബാറ്റിംഗ് ആണ് ഗൈസ്. Good try. അതെ, അന്നത്തെ പോലെ 3 കളിയുണ്ടോ? ഡ്രോപ്പ് ക്യാച്ച്. ഈ 12 ബോള് ബാക്കിയല്ലേ? ഗൈസ്, അവർക്ക് ജയിക്കാൻ 108 10 ഓവറിൽ. ഇവിടെയും മറ്റേ പോലത്തെ ക്രൈറ്റീരിയ ഉണ്ട് കേട്ടോ. ഇവിടെ 40 റൺ അടിച്ചു കഴിഞ്ഞാൽ ബാറ്റ്സ്മാൻ കയറണം. അങ്ങനെ ഞാൻ 40 റൺ അടിച്ചു, കയറി. പിന്നെ അതിൻ്റെ ഇടയിൽ പരിക്ക് വീണു, നടുവെട്ടി ഗൈസ്, നടുവെട്ടി.
വെള്ളം കൂടി കുറവാണ്. കളിക്കാൻ പോകുമ്പോൾ നല്ല വെള്ളം കുടിയാണ്. എനിക്ക് ഓൾറെഡി ഞാൻ വെള്ളം കൂടി നല്ലോട്ട് കുടിച്ചാണ്, പക്ഷേ എപ്പോഴോ കുറഞ്ഞ് മസിൽസ് സ്ട്രെയിനായി, ബാക്ക് പെയിൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കീപ്പറാണ്. അപ്പോൾ ജയിക്കാൻ 108 നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. നല്ല സ്കോറുണ്ട്, ട്രൈ ചെയ്യണം. വേണ്ടെന്ന് പറഞ്ഞോ? നിങ്ങൾ കഴിച്ചോ? ഗൈസ്, എൻ്റെ ഒരു ഭാഗ്യം നോക്കണം. ഞാനിവിടെ BCG ഗ്രൗണ്ടിൽ ടെന്നീസ് ബോൾ കളിക്കാൻ വന്നപ്പോൾ അഫ്ഗാനിസ്ഥാൻ പ്ലെയർ റാഷിദ് ഖാൻ
കളിക്കുന്നുണ്ട്. ഹായ് ബ്രോ. ഹായ്. ഹൗ യു? ഫൈൻ ഫൈൻ. ഓക്കെ. ഇപ്പം ഇന്റർനാഷണൽ കളിയൊന്നും ഇല്ല. ഇല്ല, ചെറുതായിട്ട്. നോക്കി കറക്റ്റ് ഒരു നമ്മളെ കഴിഞ്ഞ വർഷം നമ്മൾ ECL പരിചയപ്പെട്ടാണ് കേട്ടോ. അതെ, അതൊക്കെ നമ്മളെ റാഷിദ് ഖാന്റെ അതേ ഫേസ് കട്ടുള്ളത്. പെട്ടെന്ന് നമ്മൾ ഒരു സൈഡ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ചേട്ടാ എത്ര നേരത്തെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ? മിക്കരും പറയാറുണ്ട്. ഓക്കെ. കളിക്കുമ്പോഴും പറയാറുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ കണ്ട കാര്യം ഞാൻ മറന്നുപോയി ചേട്ടാ. അതെ അപ്പോഴത്തേക്ക് ഞാൻ ഇന്ന് പുള്ളി എങ്ങനെ ആടാ അല്ല സീരിയസ്ലി എല്ലാരും പറയാറില്ലേ? അല്ല ഇനി എല്ലാവരും ആൾക്കാരും പറയും ചേട്ടാ എന്തായാലും അടിപൊളി കളിയായിരുന്നു. ഓക്കെ, കാണാം അടുത്ത. ഇന്നത്തെ ഫസ്റ്റ് പ്രാക്ടീസ് മാച്ചിൽ ടോട്ടൽ 2 മാച്ചാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് പ്രാക്ടീസ് മാച്ച് നമ്മൾ തോറ്റു. ജയിക്കേണ്ട ഒരു കളിയായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് ഈ ജോമോൻ നമ്മളെ ECL ടീമിൽ കളിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് വിഷമമില്ല പുള്ളീനെ അടിച്ചതിൽ. അതിനകത്ത് ഏറ്റവും വലിയ ഗുണം എന്താ അറിയാം, ഓപ്പോസിറ്റ് ടീമുകളെല്ലാം വിചാരിക്കും നമ്മുടെ മെയിൻ ബോളേഴ്സ് ഇവരൊക്കെയാണ്. അതെ ജോമോന് മെയിൻ ബോളറായിട്ടാണ് ഞങ്ങൾ കാണിച്ചേക്കണേ. എന്താ നടക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അവര് തെറ്റിദ്ധരിക്കും ഇതായിരിക്കും. അതിന്റെ പ്ലാനായിരുന്നു അത്. ഈ വീഡിയോ ബാക്കിയോട് പറയേ. ഇല്ലടാ, ബാക്കി വിധിയുടെ വിളയാട്ടം. കമൻട്രിയില് മാത്രമേ ഉള്ളൂ കേട്ടോ പുള്ളിക്ക് കഴിവ്. ഇല്ലേ പച്ച മലയാളമൊക്കെ ചേർത്ത് പറയല കഴുകനെ പോലെ എന്നൊക്കെ പറഞ്ഞോണ്ട്. കഴിവിനെ പോലെ പറഞ്ഞില്ല പന്ത്. ഞാൻ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇങ്ങനെ. ഞാൻ ഇനി അറിയാം 2 ഓവർ. ഞാൻ ഫുൾ കോൺഫിഡൻസ് ഇല്ലാന്നുള്ളൂ. എതിർ ടീമിൽ കളിക്കുമെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് 108 റണ്ണായിരുന്നു കേട്ടോ അവർക്ക് ജയിക്കാനായിട്ട്. പക്ഷെ നമ്മുടെ ബോളിൽ ചാർലി ചെയ്യുന്ന ഒരു കിഡിൽ ഓവർ ഉണ്ടായിരുന്നു. ചാർലി ഞാൻ അതേ പ്രതീക്ഷിക്കുന്നുള്ളൂ തന്നെയാണ് അതുപോലത്തെ ഓവേഴ്സ്. പിന്നെ ദീപക് അറിയാ നില്ലാം പ്രതീക്ഷ അറിയാലോ. എനിക്ക് തോന്നുന്നു ടെന്നീസ് ബോൾ കളിക്കുമ്പോൾ മോസ്റ്റ്ലി നമ്മള് ബാറ്റ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ്. ഇപ്പൊ തന്നെ ഞാൻ ഇന്ന് എറിഞ്ഞ പേസ് അവർക്ക് കളിക്കാൻ പറ്റുന്നില്ല. പക്ഷെ കുറച്ചുകൂടെ ഇപ്പം ഈ ECL എല്ലാ ടീമിലും ഐക്കൺസ് എല്ലാം അടിപൊളിയാണ്. ഒരാൾ നിന്ന് കഴിഞ്ഞാൽ 6 ഓവർ കളി 8 ഓവർ കളിയൊക്കെ കളിപ്പിക്കാൻ പറ്റും. ഇപ്പൊ സന്ദീപ് ഇതിനകത്ത് കളിക്കുന്നില്ല. സന്ദീപിന് ഒരു നല്ല ഇന്നിങ്സ് 2 ഓവർ അങ്ങനെയാണോ? അപ്പം ആദ്യത്തെ ഓവർ നമുക്ക് അവനെ കൂടെ 40 അടിപ്പിക്കാം. അത് മാത്രമല്ല നീ ഔട്ടായി കയറിയതല്ലേ? ഞാൻ അത് ആലോചിച്ചു. നീ അങ്ങനെ കയറാൻ ഒരു ചാൻസ് ഇല്ല. റൊട്ടേഷൻ ഉണ്ട്. ഫസ്റ്റ് കളി ഓപ്പൺ ചെയ്തവർക്ക് രണ്ടാമത്തെ ഇറങ്ങാൻ പറ്റില്ല. ECL കപ്പടിച്ച എത്ര രൂപയെന്നറിയാം? 7 ലക്ഷം രൂപ ഫസ്റ്റ് പ്രൈസ്. നമ്മൾ ക്രിയേറ്റേഴ്സ് മാത്രം അതില്. ഞങ്ങള് പ്രധാനമായി ECL കളിക്കാൻ നേരത്തെ ഞങ്ങൾക്ക് ഒരു 6 ബോളേഴ്സിനെ വേണം. 6 ബോളേഴ്സിനെ നന്നായിട്ട് സെറ്റ് ചെയ്യുക. ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ബാറ്റിംഗ് നമുക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നു. അത്യാവശ്യം എല്ലാവരും ബാറ്റിൽ അടിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ക്രിക്കറ്റ് ബോളിലേക്ക് വന്നപ്പോൾ പോലും നന്നായിട്ട് ഇവര് കളിക്കുന്നത്. പിന്നെ പലർക്കും നമ്മളെ ഇതിലുള്ള പേടി എന്ന് വെച്ചാല് എല്ലാരും ലെതർ ബോളിലൊക്കെ കൂടുതൽ എറണാകുളത്ത് ആൾക്കാർ കളിക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞ ടെന്നീസ് ബോളിൽ കളിച്ചിട്ടില്ല എന്നുള്ള ഒരു ഇതാ പറയുന്നത്. പക്ഷെ എല്ലാം പറ്റും നമ്മളെ കൊണ്ട്. നമ്മൾ ജയിക്കുമെന്നൊക്കെ വിചാരിച്ച കളിയാ. പക്ഷെ പോയി കുഴപ്പമില്ല. അടുത്ത കളി സത്യം അതോടെ ആ പ്രതീക്ഷ അങ്ങ് പോയി. ഇനി അപ്പൊ അടുത്ത മാച്ച് കാണാം. ഇനി ഒരു മാച്ച് കൂടി ഉണ്ട്. അടുത്ത മാച്ച് ഞങ്ങൾ മാക്സിമം കളി ജയിക്കാൻ ട്രൈ ചെയ്യും കേട്ടോ. ജോമോൻ ഓവർ കൊടുക്കൂല. 2 ഓവർ അറിയും. അല്ല അത് ഈ ക്രിയേറ്റർ സ്കോഡ് ജയിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാ ഈ ജോമോന്റെ ഒക്കെ എൻട്രി കാരണം നമ്മൾ നോക്കുന്നത്. ഒരു കളി ജയിച്ചിട്ട് അത് സ്റ്റാറ്റസ് ഇടാന്ന് വിചാരിക്കാ. അതിന് സംഭവിക്കാണ് ജോമോൻ. നീ എത്ര രൂപ വാങ്ങിച്ച ടീമിന്റെ? നീ എതിർ ടീമിന്റെ എത്ര രൂപ വാങ്ങിച്ചത് പറ. അല്ലെ കൈയും കാണിച്ച് വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു. അപ്പൊ അടുത്ത മാച്ച് കാണാം. വൺ ഡൗൺ ബാറ്റർ ആയിട്ട് ഇറങ്ങാണ്. 6 ബോൾ കിട്ടും. കൊള്ളും 3 എണ്ണം വീശു. ഇവിടെ നിന്ന് പ്രഷർ ഫസ്റ്റ് ബോൾ ഔട്ട് ആവുന്ന അവസ്ഥ. ഞങ്ങളുടെ കോപ്പയാണ് കേട്ടോ ഇന്ന് ഇറങ്ങുന്നത്. ക്രിക്കറ്റ് ബോൾ ഞങ്ങൾ പ്രൊഫഷണലി ക്രിക്കറ്റ് കളിക്കുന്നതുകൊണ്ട് ടെന്നീസ് ബോളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഗെയിം അല്ലെന്നൊരു തോന്നലുണ്ട്. പക്ഷെ ക്രിക്കറ്റ് ആണല്ലോ നമ്മൾ വിൽ ട്രൈ അവർ ബെസ്റ്റ്. നിനക്ക് എന്താ തോന്നാറുള്ളത് ടെന്നീസ് ബോൾ ആകുമ്പോൾ? നമ്മള് തുടക്കം ഇതിൽ നിന്നാണല്ലോ. ആകെ ക്രിക്കറ്റ് ബോൾ 5 എണ്ണേ കളിച്ചിട്ടുള്ളൂ. 150 ടെന്നീസ് ബോൾ കളിച്ചാണ്. എന്റെ കൂട്ടല്ല നീ പ്രൊഫഷണലി ഒരു ടെന്നീസ് മാമ കുണ്ടിക്കുള്ള ഗുണ്ടിருக்கு മാമ അവസ്ഥയായി ഗൈസ്. നടു എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു ഞാൻ കളിച്ചേനെ. അതാ ഫോർ ചാർലിയുടെ ഒരു ആദ്യം മനോഹരമായ ഒരു 4. ഞാൻ ഈ മാച്ച് കളിക്കുന്നില്ല. കാരണം നടു ബാക്ക് ഇത്തിരി സ്ട്രെയിൻ ആയിട്ട്, അതായത് വെള്ളം കുടിക്കാതെ മസിൽ ക്രാമ്പ് വന്ന് അനങ്ങാൻ പറ്റില്ല എനിക്ക്. നടു എങ്ങനെയാണ് ഇപ്പോൾ നിൽക്കണം, ഇങ്ങനെ ഫ്രണ്ട് ബാക്ക് തള്ളി. ഇനി നാളെ ഇനി ഫിസിയോയിൽ പോയിട്ട് ഫിസിയോ ചെയ്താലേ ഇനി കുറച്ച് റെസ്റ്റ് എടുക്കണം. കാരണം കണ്ടിന്യൂസ് കളിയായിരുന്നു കഴിഞ്ഞ 2 ആഴ്ചയായിട്ട്. ഇപ്പോൾ റെസ്റ്റ് ഇല്ല, പിന്നെ വെള്ളം കുടിയും കുറവാണ്. ഞാൻ ഇപ്പോഴും എനിക്കുള്ള പ്രശ്നമാണ് അത്. ഞാൻ എപ്പോഴും വിചാരിക്കും, പക്ഷേ പറ്റില്ല. ഇതിന് നിൽക്കുമ്പം പോയി ഇനി എന്തായാലും ഇനി അടുത്ത തൊട്ട് കുടിക്കും. ഇത് തന്നെ എല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്നത്. നാളെ ഇനി ഫിസിയോയിൽ പോയി ചെയ്യണം. കാരണം ഒട്ടും പറ്റില്ല. എന്തെങ്കിലും ആവുമായിരുന്നത് ഞാൻ കയറി കളിച്ചേനെ. എനിക്കങ്ങനെ ഫോർ ചാർലി സൂപ്പർ 4. ഇക്കൊക്കെ വന്നിട്ട് ഇങ്ങനെ കളിക്കാതിരിക്കണ എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. പക്ഷേ
ഒട്ടും പറ്റണില്ല. എന്തെങ്കിലും ആവുമായിരുന്നെ ഞാൻ ഇറങ്ങിയേനെ. കുഴപ്പമില്ല, നീ റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. നമ്മുടെ ടീമിൽ 2-3 ആൾക്കാർ അവർക്ക് അർജൻറ്റായിട്ട് പോവേണ്ടി വന്നു. അതുകൊണ്ട് വേറെ ടീമിലെ ആൾക്കാരും കൂടി നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു 4 പേരെ. കൊള്ള ഷിയ. ബോളാണ് കാണാൻ പാടില്ല. എടാ വാടാ, 2 or 3 ഒക്കെ വാടാ. ഗൈസ് 2 over 21. അതാ ഒരു ക്ലാസിക് ഹിറ്റ്. നമുക്ക് മോളിക്കൂത പോയ പോക്ക് എന്തായിരുന്നു അതാ. പക്ഷേ പുള്ളിക്ക് മാത്രം അതങ്ങ് പറ്റുന്നില്ല എന്നുള്ളതെന്ന് തോന്നുന്നു എനിക്ക് ചില സമയം പുള്ളിയുടെ ഷോട്ടുകൾ കാണുമ്പോഴേ. പക്ഷേ പുള്ളിയുടെ സംസാരമൊക്കെ അഴിപൊളിയാണ്. അതെ, ഫുൾ ടോസ് ബോള് എല്ലാവരും 6 അടിക്കുമ്പോൾ ചാർലി 4 അടിച്ചു. ടീമിന് 4 റൺസ് കൊടുത്തിരിക്കുകയാണ്. അതാ ചാർലി വീണ്ടും ചാർലി മികച്ച ഒരു 4 അടിച്ച് കേട്ടിട്ടാണ്. 3:36 4 പോയിരിക്കുകയാണ്. അത് ഹ്യൂജ് 6 പിന്നെ നല്ലൊരു ഷോട്ട് എനിക്ക് കിട്ടിയില്ല. അത് സ്വിച്ച് ഹിറ്റായിരുന്നു. ചാർലി ഡിക്ലെയർ ആയിരിക്കണം. 40 റൺസ് അടിച്ചു 18 ബോളിൽ നിന്ന്. അതുകൊണ്ട് ചാർലി ഡിക്ലെയർ. അതാണ് അതിൻ്റെ റൂൾസ്. 40 റൺസ് അടിച്ചാൽ കയറണം. അടുത്ത് ജോമോൻ 4 over 53. അത്രേ ഉള്ളു. അങ്ങനെ വാ. അതാ ജോമോൻ മോനല്ലെന്നുള്ള തെളിയിക്കുന്ന ഷോട്ട്. ഷീറ്റിലടി വന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം അനീഷ് കഴിഞ്ഞ തുടർച്ചയായി ഒരുപാട് കളിയിൽ ഡക്കാണ്. ലാസ്റ്റ് മാച്ചിൽ അടിച്ച സന്തോഷം, ഈ മാച്ചിലും കൂടി അനീഷ് അടിച്ച സന്തോഷം. ടാർസൻ രാമനും കൂടി ഒരുപാടിട്ട് കളിയാക്കുന്നുണ്ട് ആ ഭാഗത്തിനെ. ഞാൻ കളിയാക്കുന്നത് കളിക്കാത്തോണ്ടല്ലേ, അതുകൊണ്ട് തന്നെ ഒന്നും പറയില്ല. KMC ക്യാച്ച് വിട്ടതിന് ശേഷം ഇവിടെ ഒരു 3 ക്യാച്ച് നിന്ന് എടുത്തു. റിവെഞ്ച. ഒരു കളിയിൽ നമ്മൾ ജയിക്കണം. ജയിച്ചാലേ ഈ ഷോട്ട് കണ്ടോ മോനെ, എന്ത് ഷോട്ടാടാ ജോമോനെ ഇത്. നിന്ന് കറങ്ങാണ്ട് ഞാൻ അടിച്ചാണ്ടില്ല, അതുപോലെ അടിക്കേ. ഗായ്സ് 6 over 78. അനീഷ് ലെതർ ബോളിൽ അടി തെറ്റുമെങ്കിലും ഇതിലങ്ങനെ തെറ്റാറില്ല. അനീഷിന്റെ ക്ലാസിക് ഷോട്ട്. ഇന്നേ വരെ ക്രിക്കറ്റ് ചരിത്രത്തിൽ കാണാത്ത ഒരു അതിമനോഹരമായ ഷോട്ടാണ് അത്. മെഡൽ ഒബ്ലാങ് കെട്ടൽ ആദ്യമായിട്ട് മെഡൽ ഒബ്ലാങ് കെട്ടല് അടി കൊണ്ടിട്ട് ഒരു ആള് മരിക്കാതെ അത് 4 കിട്ടിയിരിക്കുകയാണ് ടീമിന്. ചരിത്രം റൺ ഇതൊക്കെ എഴുതപ്പെടേണ്ടതാണ്. മിക്കവാറും ഈ ഷോട്ട് സച്ചിന്റെ പേജിൽ വരും. ഇല്ല നമ്മൾ വരുത്തും. തെറി വിളിപ്പിച്ചവരെ കൊണ്ട് ഇല്ല ഷെബിൻ ടാർസിനെ വിളിച്ചുള്ളൂ. അപ്പഴത്തേ ഔട്ടാടാ. ഇവിടെ ഞങ്ങൾ 2000 രൂപ രജിസ്ട്രേഷൻ വെച്ചു. 1000 രൂപ ഒരു 85,000 ഫോളോവേഴ്സ് ഉള്ള ഞാൻ നീ രക്ഷപ്പെടും അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ ഇരിക്കുന്ന സമയം. എന്റെ സ്വപ്നവും അങ്ങനെ ഇരുന്ന ഒരാള് വോയിസ് റേസ് ചെയ്യാതെ എനിക്ക് മേടിച്ചു തന്നിട്ടില്ല. കാരണം അന്ന് കടം ഇല്ലാത്തപ്പോൾ പോലും എനിക്ക് മേടിച്ചു തന്നിട്ടില്ല. അങ്ങനെ ചെയ്തപ്പോൾ എൻ്റെ ഫോണൊന്നും ഒരുപാടുണ്ടായിരുന്നു. അവൻ്റെ കെയർ ടൈപ്പ് വീഡിയോസ് ഒക്കെ ആയിരുന്നു. അങ്ങനെ അവൻ അത്യാവശ്യം റീച്ച് ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ ചെയ്തു തുടങ്ങി എന്ന് പറഞ്ഞ് പോകും. മനസ്സിലായി. കളിക്കുന്നുണ്ടോ? നമുക്കൊന്നും കിട്ടിയില്ലോടാ. പുറത്താ 10 over 114 8. ജയിക്കാൻ അവർക്ക് 115. ചാർലി ഈ കളി ജയിക്കണം. നല്ല സ്കോറിന്റെ കളിയാ. പ്ലീസ് മുത്തേ, ക്രിക്കറ്റ് ജയിക്കണം. ക്യാച്ച് ചാർലി ഈസിയാണ്.
എടാ എടാ താമരപ്പൂവില്ലിൽ അത് ക്യാച്ച് പിടിക്കാത്തവനാ വിളിക്കണത്. ഇല്ല ഇല്ല ഇല്ല, പുറത്താ. ഒരു ഓവർ 20. ഷിയാസിനെ പിരുത്ത് വിട്ട്. പിടിച്ചടാ. ചാലയെ നോക്കി ചിരിച്ചവനാരും ഗ്രീസി അധികം നിന്നിട്ടില്ല. പൈസ നീ ചിരിക്കല്ലേ നീ. ഓക്കേടാ മുത്തേ. ഗൈസ് 2 ഓവർ 23 ഈ ഓവർ വെറും 3 റൺസാണ് കേട്ടോ ചാർലി കൊടുത്ത. ഗുഡ് ഓവർ ചാർലി. അതുപോലെ എറിയട്ടെ, ഒരു ഓവർ കൂടി വെക്കാമേ. ഭാഗ്യം, ഈ താമര വിരിഞ്ഞിരിക്കുന്നു. വീഡിയോ എടുക്കുമ്പോ ആ പുള്ളിക്കാരൻ ഇച്ചിരി ചാട്ടം കൊടുക്കല്ല. എന്തായാലും കുഴപ്പമില്ല, വിക്കറ്റ് കിട്ടി. നാല് ഓവർ 34-3. ഓക്കെ തല തിരിക്കാന്നല്ല നമ്മുടെ ഗായ്സ്. 5 ഓവർ 47-3. ഇനി അവർക്ക് 30 ബോൾ 68 റൺസ് വേണം. മല്ലു ക്രിക്കറ്ററാണ് എറിയാൻ പോകുന്നത് കേട്ടോ. ഗായ്സ് 6 ഓവർ 57-3. ഇനി 24 ബോൾ 58 റൺസ് ജയിക്കാം. ചോടിയും എത്തി. പതിനെട്ട് ബോൾ 45 റൺസ് വേണം. പതിനൊന്ന് ബോൾ 26 റൺസ്. ഷിയാസാണ് എറിഞ്ഞ് പിടിക്കുന്നത്. ജയിക്കുക 1 ഓവർ 20. ക്രിയേറ്റർ സ്ക്വാഡ് ടെന്നീസ് ബോളിൽ ആദ്യമായിട്ട് ജയിക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് ജോമോനൊരു പ്രശ്നമാവുമോ എന്നുള്ളതാണ് നമ്മൾ ഡൗട്ട്. ലാസ്റ്റ് എറിയാൻ പോകുന്ന ജോമോനാണ്. വേറെ ബോളേഴ്സ് ഇല്ല. കാരണം ഇവിടുത്തെ റൂൾസിൽ 4 പേർക്ക് 2ഉം 2 പേർക്ക് ഓരോ ഓവർ വെച്ചാണ് എറിയേണ്ടത്. അങ്ങനെ വന്നേക്കാണ്. എന്തോ ആവുമോ എന്തോ. ജയിക്കേണ്ട കളി എന്ത് പാടാ. നോക്കാം കൈസ് നമുക്ക്.
ശരിക്കും 3 ബോൾ 11, 2 അടിക്കണം 3 ബോളിൽ. ക്രിയേറ്റർ സ്ക്വാഡിൻ്റെ ആദ്യ ജയം അല്ല അവസാന ബോളിൽ നമ്മൾ നോക്കണം. കാരണം ഒരു ബോൾ 21 അടിച്ച് ജയിച്ച ചരിത്രമുണ്ട് ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ. അതുകൊണ്ട് ലാസ്റ്റ് ബോളോട് കഴിഞ്ഞിട്ട് പറയാം. അങ്ങനെ ആദ്യമായിട്ട് ക്രിയേറ്റർ സ്ക്വാഡ് നമ്മുടെ ടെന്നീസ് ബോളിൽ വിജയം കണ്ടെത്തിയിരിക്കുകയാണ്. അതിൽ ആ കളിയിലൊന്നും എനിക്കൊരു പാർട്ടാകാൻ പറ്റില്ല, കാരണം പരിക്ക് കാരണം കരയിരിക്കുകയാണ്. പക്ഷേ എങ്കിലും ജയിച്ചല്ലോ, സന്തോഷമായി. ഇനി പലരും പറയും എറണക്കേട് ഞാനാണെന്ന്. ഞാൻ പറഞ്ഞാലും കുഴപ്പമൊന്നും, നമ്മൾ ജയിച്ചല്ലോ. ഏത് ഇനി അടുത്ത് ECL കളി വരുന്നത് പാലസ് ഓവൽ ഗ്രൗണ്ടിൽ തന്നെയാണ്. ഫെബ്രുവരി 2-ാം തീയതിയാണ് നമുക്ക് വരുന്നത്. അന്ന് 2 മാച്ചുണ്ട്, വൈകിട്ട് 5-നും രാത്രി 11 മണിക്കും. ഈ ഒരു 2 ആഴ്ച അടുപ്പിച്ച് കളി ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ എറണാകുളത്ത് നേരെ ട്രിവാൻഡ്രത്തോട്ട് പോവുകയാണ്. പോയി ഫിസിയോ ചെയ്യട്ടെ. ഇനി എന്തായാലും എങ്കിലേത്തിരി നടക്കുള്ളൂ, അല്ലെങ്കിൽ ഇനി ഒരാഴ്ച എന്തായാലും റെസ്റ്റ് ആയിരിക്കും. ഇന്ന് ഇവിടെ കൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം നമ്മുടെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുവരെ ബൈ ഗൈസ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ കൂടുതലിന് വേണം, അല്ലെങ്കിൽ അതൊക്കെ വേണമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് ഇടണമെങ്കിൽ നമുക്കത് കണ്ടിട്ട് ഇനിയും എന്തെങ്കിലും കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തുണ്ടെങ്കിലും കമൻറ്റിലിടുക. പിന്നെ നമ്മൾ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നത് അത് നമ്മളുടെ കംഫർട്ട് സോണിൽ നമുക്ക് അവർ അത്രയും ഫ്രീഡം കൊടുത്തതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നതൊക്കെ. അത് നമ്മളുടെ ഇതാണ്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് അത് പബ്ലിക്കലി ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ഒരാളെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുക അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ അത് തോന്നാം. പക്ഷേ അത് നമ്മൾ പൊതുവേ നമ്മുടെ ഗ്യാങ്ങിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഊക്കാറുണ്ട്. അതെല്ലാം നമ്മളുടെ അവർക്ക് അവിടെ നമ്മളുടെ ഒരു ഫ്രീഡം അവർക്കുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ ഒരാളെ നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്നല്ല. എല്ലാവരും അതങ്ങനെയാണ്. നിങ്ങൾക്കത് നെഗറ്റീവായിട്ട് അങ്ങനെ തോന്നരുത്. നമ്മളെ കൂട്ടുകാർക്കിടയിലാണ് നമ്മളെല്ലാം ഊക്കുകൾ അതെല്ലാം നമ്മളുണ്ടെങ്കിൽ നമുക്കതെല്ലാം ഒരു സന്തോഷമുള്ളൂ. നാളെ 2 അടിയൊക്കെ അടിച്ചിട്ട് വന്നിട്ട് ഒരു മാസ് സാധനം ഉണ്ടാക്കാനൊക്കെ അത് നമ്മളെ കൂടുതൽ പ്രചോദനം ഉണ്ടാക്കും. സോ ഇന്ന് ഇത്രയേ ഉള്ളൂ ഗൈസ്. പിന്നെ എല്ലാവരും കളിക്കാൻ പോകുന്ന ആൾക്കാരെല്ലാവരും നല്ലപോലെ വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചില്ലെങ്കിൽ എന്നെപ്പോലെ നടുവയ്യാതെ ആവും. ഇങ്ങനെ നടത്തം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എന്തുമാത്രമാണ് എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബൈ ഗൈസ്, ലവ് യു ഓൾ.